ഫെബ്രുവരി 28 അങ്കമാലിയിൽ പതിവ് പോലെ ഡോമിനോസിലെ പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് രാത്രി ഒരു 7-7:30 ഹോസ്റ്റലിലേക്ക് മടങ്ങുകയായിരുന്നു ജസ്ലിയ ജോൺസൺ. റോഡിലെ വെള്ളവര കടക്കാതെ വശത്തുകൂടി പതിവ് പോലെയുള്ള നടത്തം. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നൊരു കുടുംബം. ആ കുടുംബത്തെ സഹായിക്കാനാണല്ലോ എടവനാക്കാട് സ്വദേശി അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ ബികോം പഠനത്തിനോടൊപ്പം ഡോമിനോസിൽ ജോലി നോക്കിയിരുന്നത്. പക്ഷെ അന്ന് അവരുടെ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് അങ്കമാലി ടെൽക്ക് ജംഗ്ഷൻ സമീപം അമിത വേഗത്തിലെത്തിയ കാർ പിന്നിലൂടെ വന്ന് ദേഹത്തേക്ക് പാഞ്ഞുകയറി. CCTV ദൃശ്യങ്ങളിൽ കാറ് വെള്ളവരയും മറികടന്ന് വന്ന് ജസ്ലിയെ ഇടിക്കുന്നത് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. ടെൽക്കിന് സമീപത്തെ കൊടും വളവ് കൂടെ അപകടങ്ങൾ ഉണ്ടാകാറുള്ളൊരു സ്ഥലമാണ്. ശരിയാണ്, പക്ഷെ അതല്ല, ആ കാറുകാരൻ നിർത്താതെ ഓടിച്ചു പോയതാണ് ക്രൂരം. ഭാഗ്യത്തിന് അതിലെ വന്ന പെട്രോളിംഗ് വാഹനമാണ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആദ്യം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് സ്ഥിതി ഗുരുതരമായതോടെ ആലുവ രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എന്നാൽ വെന്റിലേറ്ററിലായിരുന്ന ജസ്ലിയ ഇന്ന് മരണത്തിന് കീഴടങ്ങി. 19 വയസ്സായിരുന്നു ജസ്ലിയയുടെ പ്രായം. ബികോം 2ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ലിയുടെ മസ്തിഷ്ക മരണം ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സ്ഥിരീകരിച്ചത്. കോളേജിന്റെയും കുടുംബത്തിന്റെയും പ്രതീക്ഷയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ജസ്ലിയ എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്കമാലി ടെൽക്കിന് സമീപമുള്ള കൊടുംവളവിൽ കാറിടിച്ചു വീഴ്ത്തിയ ഒരു പെൺകുട്ടിയെ മാത്രമല്ല, ഒരു നാടിന്റെയും ഒരു കോളേജിന്റെയും പ്രതീക്ഷകളെ കൂടിയാണ്. മോർണിംഗ് സ്റ്റാർ കോളേജിലെ സഹപ്രവർത്തകർക്കും അധ്യാപകർക്കും അവൾ വെറുമൊരു വിദ്യാർത്ഥിനിയായിരുന്നില്ല. തളരുമ്പോൾ താങ്ങായിരുന്ന, തോൽക്കാൻ മനസ്സിലാത്ത പോരാളിയായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള കുടുംബത്തെ സഹായിക്കാനാണ് ജസ്ലിയ പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലിക്ക് പോയിരുന്നത്. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന, ആത്മവിശ്വാസം നൽകുന്ന പ്രിയപ്പെട്ടവളായിരുന്നു അവൾ. മരണശേഷവും മറ്റുള്ളവരിലൂടെ ജീവിക്കും. വിയോഗത്തിന്റെ വേദനയ്ക്കിടയിൽ അവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ വീട്ടുകാർ സമ്മതം അറിയിച്ചു. ജസ്ലിയയുടെ കരൾ, വൃക്കകൾ, കോർണിയ എന്നിവയാണ് ദാനം ചെയ്യുക. കരൾ ആലുവ രാജഗിരി ആശുപത്രിയിലെ രോഗികൾക്കും, വൃക്കകൾ അമൃത ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജിനും, നേത്രപടലം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിക്കും കൈമാറും. കളിമുറ്റത്തെ അത്ഭുതം തന്നെയായിരുന്നു. സ്പോർട്സിൽ പശ്ചാത്തലമില്ലാത്ത യൂണിവേഴ്സിറ്റി താരം. 2024 മോർണിംഗ് സ്റ്റാർ കോളേജിൽ കൊമേഴ്സിൽ പഠിക്കാനെത്തുമ്പോൾ സ്പോർട്സുമായി ജസ്ലിയയ്ക്ക് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് അവൾ കോളേജിന്റെ അഭിമാനമായി മാറി. മോർണിംഗ് സ്റ്റാർ കോളേജിലെ കായിക രംഗത്ത് ഏറെ സജീവമായിരുന്നു ജസ്ലിയ. MG യൂണിവേഴ്സിറ്റി യോഗ ടീമിലും കോളേജ് ഖോഖോ ടീമിലും അംഗമായിരുന്നു ജസ്ലിയ. കോളേജ് ടൂർണമെന്റുകൾക്കായി ഫണ്ട് ശേഖരിക്കുന്നതിലും അവൾ അവളുടെ മിടുക്ക് കാട്ടുന്നുണ്ടായിരുന്നു. എല്ലാത്തിലും മുൻപന്തിയിൽ തന്നെയായിരുന്നു. കൂട്ടുകാരോടൊപ്പം ചിരിച്ചു കളിച്ച് നിൽക്കാനും എല്ലാം മുൻപന്തിയിൽ. എന്നാൽ കോളേജ് വിട്ട് എല്ലാവരും വീട്ടിൽ പോയി വിശ്രമിക്കുമ്പോഴും ജസ്ലിയ ജോലിക്ക് പോയിരുന്നു. വീട്ടിലുള്ളവരെ പോറ്റാനായിട്ടും വീട്ടിലുള്ളവർക്ക് വേണ്ടിയും തന്നെയായിരുന്നു ജസ്ലിയ കഷ്ടപ്പെട്ടത്. സ്വന്തം പഠനത്തിനും ആവശ്യമാണ്. തനിക്ക് നന്നായി പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. നന്നായി പഠിക്കും, തന്നെ ഏൽപ്പിച്ച ജോലി നല്ല കൃത്യമായി ചെയ്യും. അങ്ങനെ വീടിൻ്റെയും കോളേജിൻ്റെയും നാടിൻ്റെയും എല്ലാം അഭിമാനമായ പെൺകുട്ടിയാണ്. ഒരു നിമിഷത്തെ അശ്രദ്ധ കാരണം ഇപ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതം, ഒരു കുടുംബത്തിൻ്റെ ജീവിതം പോലും ഇല്ലാതാക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.